കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭദ്രൻ രാധികാമ്മയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഭദ്രൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇപ്പം രാധികാമ്മയുടെ കളി എന്താന്നുള്ള കാര്യം. ഇത്രയും കാലം രാധികാമ്മ എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഗോവിന്ദിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഞാനായിരുന്നു. പക്ഷെ ഇനി ഇപ്പൊ അറക്കൽ വീട്ടിലെ രാധികാമ്മയാകാൻ പോവാ. അധികം വൈകാതെ തന്നെ അത് സംഭവിക്കുമെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, ഭദ്ര നീ എന്തൊക്കെയാ പറയണേ, എന്താന്നും മനസ്സിലായല്ലേ? അതെ, അനാർക്കലി വന്ന് കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറയുന്നതോടുകൂടി രാധികാമ്മയുടെ ചീട്ട് കയറും. പിന്നെ രാധികാമ്മ പുറത്ത്. ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? ഗോവിന്ദന്റെ രാധികാമ്മ ആയിരിക്കും എന്ന് പറയാം. ഇവരുടെ ഈ സംസാരം കണ്ടും കേട്ടും മാറി നിന്നിട്ട് വരുണിന് ഒരു കാര്യം മനസ്സിലായി. എന്തോ കാര്യമായിട്ടുണ്ട്. ഇയാളെപ്പോലുള്ള ഫ്രോഡിനോട് അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ ഒരു ഊടായ്പുണ്ടല്ലോ. അമ്മയ്ക്ക് തന്നോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്, അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇയാളെപ്പോലുള്ള ഒരാളോട് അമ്മ എന്തിനാ ഇങ്ങനെ വന്ന് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം രാധികാമ്മ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ, ഞാൻ കൈയൊക്കെ എടുത്ത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ കാര്യം അപേക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് ഭദ്രനോട്. പക്ഷെ എന്താന്ന് മാത്രം വരുണെന്ന് മനസ്സിലായില്ല. കുറച്ച് ദൂരെ മാറി നിൽക്കുന്നതുകൊണ്ട് അവര് തമ്മിലുള്ള സംസാരം ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം രാധികാമ്മ പറഞ്ഞു, ഭദ്ര നീ ചതിക്കരുത്. നിനക്കറിയാലോ അനാർക്കലി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല നിനക്കും ദോഷം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എനിക്ക് ദോഷം അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനുള്ള സത്യം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് ഞാനങ്ങോട്ട് തടി വരും. പിന്നെ രാധികാമ്മയ്ക്ക് പിടിച്ചിപ്പുണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. രാധികാമ്മ പെട്ടെന്ന്, ഭദ്ര അനാർക്കലി പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൾ ഉറപ്പായിട്ടും നമ്മളെ അന്വേഷിച്ച് വരും. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അനാർക്കലി എന്നോട് ചോദിച്ചിരിക്കുന്നത് 10 കോടി രൂപയാ. 10 കോടി രൂപ അവൾക്ക് കൊടുക്കുവാണെങ്കിൽ ഗോവിന്ദനോട് അവൾ കാര്യങ്ങളൊന്നും പറയില്ലെന്ന്. അതെ, ഗോവിന്ദന്റെ അച്ഛനെ ചതിച്ചില്ലാതാക്കിയത് നിങ്ങളാന്നുള്ള കാര്യം അതിനു വേണ്ടി 10 കോടി രൂപ കൊള്ളാലോ, നല്ല വമ്പൻ തുകയാണല്ലോ എന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞേ, പക്ഷെ അവൾക്ക് 10 കോടി രൂപ കൊടുക്കേണ്ട കാര്യമില്ല. നീ ഒന്ന് ഉത്സാഹിക്കുവാണെ ഭദ്ര, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്ന് പറയാം. അല്ല ഞാൻ എന്ത് ചെയ്യാനായിട്ടാ? ഒന്ന് ഓർത്ത് നോക്കിയേ, നിനക്ക് വേണമെങ്കിൽ പകുതി പൈസ ഞാൻ തരാം. ഒരു 5 കോടി രൂപ. നീ ഒരു കാര്യം ചെയ്യാം, അവളെ ഇല്ലാതാക്ക് എന്ന് പറയാ. ഇത് കേട്ടൻ ഭദ്രനൊന്ന് ആലോചിച്ചു. പെട്ടെന്ന് ഭദ്രൻ പറഞ്ഞു, അല്ല ഞാൻ പിന്നെ അല്ല ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ മാത്രം. കാരണം 5 കോടി രൂപയാണോ? ഒന്നും രണ്ടും അല്ല. അവൾക്ക് 10 കോടി രൂപ കൊടുത്താലും ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അവള് വന്നെന്നിരിക്കും. ഇത് കേട്ടൻ ഭദ്രൻ പറഞ്ഞു, ശരിയാ, പൈസയുടെ ആക്രാന്തം ഉള്ളതുകൊണ്ട് ഓരോ ദിവസം പിന്നെയും വന്ന് ചോദിച്ചോണ്ടിരിക്കും. കൊടുത്തില്ലെങ്കിൽ മുൾമനെ നിർത്തും. രാധികമാർ ശരിയാ, 5 കോടി രൂപ എനിക്ക് തന്നേരെ, ഞാൻ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തോളാം. പിന്നെ അവളുടെ ഒരു ശല്യം ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നെ വാക്ക് പറഞ്ഞ വാക്ക് മാറ്റില്ലെന്ന് പറയണേ. രാധിക പറഞ്ഞു, അങ്ങനെ ഞാൻ വാക്കൊന്നും മാറ്റത്തില്ല. പക്ഷെ കാര്യമുണ്ട് ഭദ്ര, നീ ഇതിനു മുമ്പ് കളിച്ച കളിയൊക്കെ ഫെയിലിയർ ആയി പോയിട്ടല്ലേ ഉള്ളൂ. ഗീതുവിനെ ഗോവിന്ദനും തമ്മിൽ അകറ്റാന്ന് പറഞ്ഞിട്ട് വല്ലതും നടന്നെന്ന് ചോദിക്കാം. അത് കൊള്ളാം രാധികമ്മേ, അവളെന്റെ മോളല്ലേ, അവളെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് അകറ്റാൻ പറ്റുമോ എനിക്ക്? ഗോവിന്ദനും തമ്മിൽ അകറ്റണമെങ്കിൽ എന്റെ മോളുടെ ജീവിതമല്ലേ തകർന്നു പോകുന്നേ. ഓഹോ, അപ്പൊ അതുകൊണ്ടല്ലേ, നിന്റെ മോളായതുകൊണ്ടാ നീ അങ്ങനെ ചെയ്തല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ രാധികാമ്മയുടെ മക്കളോട് സ്നേഹമില്ലേ? എത്രയാന്ന് പറഞ്ഞാലും എത്ര കൊള്ളരുതായ്മ കാണിച്ചാലും രാധികാമ്മയുടെ മക്കൾ തന്നെയല്ലേ. അപ്പൊ അവരോടുള്ള സ്നേഹം പോലെ തന്നെ എനിക്ക് എന്റെ മക്കളോട് സ്നേഹമുണ്ട്. അവരുടെ ജീവിതം തകർന്നു പോകാനായിട്ട് ഒരു അച്ഛനെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പരിപാടി ചെയ്യാതിരുന്നേ, അവരെ രണ്ടുപേരെയും വേർപ്പെടുത്താത്തെ. അല്ലെങ്കിൽ പണ്ടേ ഞാനിതൊക്കെ സാധിച്ചെടുത്തേനെന്ന് പറയാം. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, അപ്പൊ അങ്ങനെ, അപ്പൊ നീ ചോരബന്ധം വെച്ചിട്ടാണ് നീ ഇങ്ങനെ ഇത്രയും നാളും കളിച്ചല്ലേന്ന് ചോദിക്കണം. എന്റെ രാധികാമ്മേ, രക്തബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധം തന്നെ അല്ലേന്ന് ചോദിക്കുക. അതുകൊണ്ട് അതും ഇതുമായിട്ട് ഇനിയിപ്പോ കമ്പയർ ചെയ്യാൻ പോകണ്ട. ഒരു കാര്യം ചെയ്യാം, രാധികാമ്മ പറഞ്ഞ തുക അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഈ ഭദ്രൻ ഇനി നോക്കിക്കോളാന്ന് പറയാം. രാധികാമ്മയ്ക്ക് സമാധാനമായി. പിന്നീട് കാണിക്കുന്ന ഗീതവും ഗോവിന്ദും കൂടെ ഗീതുവിന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, ഈ ബുദ്ധി നമുക്ക് നേരത്തെ എന്താ തോന്നാത്തേന്ന് ചോദിക്കുക. ബുദ്ധി നേരത്തെ തോന്നുവല്ല, അതങ്ങനെ ചില ബുദ്ധികളൊക്കെ അങ്ങനെയാന്ന് പറയാം. എന്നാ ബാ ഇറങ്ങാൻ പറയാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, എനിക്കിപ്പോ നല്ലൊരു റൊമാൻറ്റിക് മൂഡൊക്കെ വരുന്നുണ്ടെന്ന് പറയാം. ഗീത് പറഞ്ഞു, കൊള്ളാം, നല്ല ഒന്നാന്തരം മൂഡായിരിക്കും, ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ് കയ്യെ പിടിക്കുക. അല്ല വന്നത് വെറുതെ ആകുമോ? കീ കാണുമോ ഇവിടെ? കീ ഒക്കെ കാണൂന്നേ, ഞാൻ നോക്കട്ടെ എന്ന് പറയണം. അന്ന് പറഞ്ഞ് ഗീത അങ്ങോട്ട് കയറി പോവാ. ചവിട്ടിയുടെ അടി പോയി നോക്കിയപ്പോ കീ കിട്ടി. ഗോവിന്ദനെ കാണിച്ചിട്ട്, കണ്ടോ ഇങ്ങ് നോക്ക്, ഇതെന്താന്ന് നോക്കാൻ പറയണോ. ഗോവിന്ദന് സന്തോഷമായി, എന്റെ ഭഗവാനെ നീ രക്ഷിച്ചു. അങ്ങനെ ഗോവിന്ദ പറഞ്ഞാൽ പെട്ടെന്ന് തുറക്കാൻ പറയണം. ഗീത തുറക്കാണ്ട് നോക്കി പെട്ടെന്ന് തുറക്കാൻ പറ്റുന്നില്ല. നീ ഇത് എന്തെടുത്തോണ്ടിരിക്കോ? നിങ്ങൾ താട്ടെ, ഞാൻ പടയം തുറക്കാം. അല്ല ഇന്നത്തെ കാലമായാലും തുറക്കത്തില്ലെന്ന് പറയണം. ഗോവിന്ദ് പെട്ടെന്ന് തുറക്കുക. ഓഹോ, അപ്പൊ
പൂട്ടൊക്കെ പൊളിച്ച് നല്ല വശമുണ്ടല്ലോ എന്ന് പറയാം. അല്ല പിന്നെ ആവശ്യമുള്ളവൻ ഔചിത്യം ഇല്ലെന്നല്ലേ പറയണേ. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് എന്ത് സിമ്പിള്, വരാൻ പറഞ്ഞ അകത്തേക്ക് കയറ്റുക, പെട്ടെന്ന് കഥ അടയ്ക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമെന്ന് പറയാം. അങ്ങനെ കഥ ഒക്കെ അടച്ചു കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറയാം. ഓഹ് നശിപ്പിച്ചു. അതെ, നിനക്ക് എന്താ എപ്പോഴും വിശപ്പ് മാത്രമേ ഉള്ളൂ നിൽക്കും. അതല്ല, വിശന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരുമെന്ന് പറയാം. ഉറക്കം വരുമോ? വേണ്ട വേണ്ട, ഉറങ്ങുമൊന്നും വേണ്ട. ഉറങ്ങാനാണ് എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇവിടം വരെ നമ്മൾ വന്നേ. ഉറങ്ങണ്ടെന്ന് പറയണം. ഇനി ഒരു കാര്യം ചെയ്യാം, കുറച്ച് തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കുക, അപ്പൊ വിശപ്പ് അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറയാം. അങ്ങനെ വന്ന് ഫ്രിഡ്ജ് തുറന്നു കഴിയുമ്പത്തേനും അതിനകത്ത് കുറെ ബിയറൊക്കെ ഇരിക്കുക. ഇത് കണ്ടതും ഗോവിന്ദ് പറഞ്ഞു, ആഹാ ബിയർ. പെട്ടെന്ന് ഗോവിന്ദ് ഒരു ബിയർ എടുക്കണം. ഗീത ആ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. അതവിടെ വെക്കാൻ പറയണം. ഒരെണ്ണം വേണ്ട, 9 എണ്ണം വേണ്ട. നിന്റെ അച്ഛനാള് കൊള്ളാലോടി, ഫ്രിഡ്ജ് നിറച്ചും ബിയർ മേടിച്ച് നിറച്ചു വെച്ചിരിക്കുവാണല്ലോ. അതെ, അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ കുടിക്കുവോ മറിയുവോ എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷേങ്കില് കണ്ണേണ്ണ ഇപ്പൊ അത് തൊടാൻ പോണ്ട. എന്നാലും ഒരെണ്ണം അത് വേണ്ടാന്ന് പറയണ. പിന്നെ അടുത്ത ഇത് തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ചിക്കനും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഹായ്, കോഴി എന്ന് പറയണം. കോഴി ആര്? ഞാനാ? അല്ല, കണ്ണേണ്ട കാര്യം ഉദ്ദേശമല്ല പറഞ്ഞേ. ദേ, കോഴി ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ കറി വെക്കാൻ. അതെ, നമുക്ക് കോഴിക്കറി ഉണ്ടാക്കാം. കോഴിക്കറി ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് പറയാം. അല്ലെങ്കിൽ വിശന്ന് ഞാൻ ചത്തുപോകുന്നു പറയാം. ശരി, ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് പറയണം. പിന്നെ ഒരു കാര്യം, എന്നൊരു പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകത? നിന്നോടൊപ്പം ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാനും കൂടെ കൂടും. നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് കറി ഉണ്ടാക്കാന്ന് പറയണം. ശരിയെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന ചിക്കൻ കറി ഇങ്ങനെ തിളച്ച് മറിയുവാണ്. തിളച്ച് മറിയുമ്പോ ഗീതുവിന്റെ അടുത്ത് ഗോവിന്ദും ഉണ്ട്. ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഗോവിന്ദ് നിൽക്കണം. എങ്ങനെയുണ്ട് ചിക്കൻ കറി? കൊള്ളായിരിക്കുമല്ലേ? മണമൊക്കെ വരുന്നുണ്ട്. സൂപ്പറാന്ന് തോന്നേ. അതെ, ഇവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് തന്നിട്ട് കാര്യമില്ല, വല്ലതും കഴിക്കണ്ടേ? കഴിക്കണം. ചിക്കൻ കറി മാത്രമായിട്ടുള്ളൂ. ഇനി ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണം എന്ന് പറയാം. അതാണ് കാര്യം. അതൊക്കെ എനിക്ക് എത്ര സിമ്പിളാ, ഞാൻ കുഴക്കാന്ന് പറയണം. മാവ് എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നാ ഇതെടുത്ത് കൊണ്ട് കുഴക്കാൻ പറയണം. ഗോവിന്ദ് എന്ത് ചെയ്യണം? ഒരു പാത്രത്തിനകത്തേക്ക് മാവിട്ടു. ഒരു 2 ഗ്ലാസ് പൊടിക്കകത്തേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു വിട്ട് നല്ല ദോശയ്ക്ക് മാവ് കുഴക്കുന്നതെല്ലാം അങ്ങോട്ട് കുഴച്ച് വെക്കുവാണ്. ഈ സമയം ഗീതു ഇത് കണ്ടില്ല. നന്നായിട്ട് കുഴച്ചോണ്ടിരുന്ന ഇപ്പം ഗോവിന്ദ് ചോദിച്ചു, ഈ കുഴ മതിയോന്ന് ചോദിക്കാൻ. അത് മതിയായിരിക്കും എന്ന് പറയണം. ഗീതു വന്ന് നോക്കുമ്പോ എന്നാ നല്ല ദോശമാവ് പോലെ ലൂസായി കുഴച്ചു വെച്ചിരിക്കുന്നുണ്ട്. പിന്നെയും ഗോവിന്ദ് കുഴച്ചോണ്ടിരിക്കാം. കൊള്ളാം, നല്ല കുഴയാ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അല്ല, ഇതുകൊണ്ട് മോൻ എന്നെ ഉണ്ടാക്കാനാ പോണേ? ഇതും കൊണ്ട് ചപ്പാത്തി. കൊള്ളാം, ഇതും കൊണ്ടാ ചപ്പാത്തി ഉണ്ടാക്കുന്നില്ലേ? എന്റെ മോൻ ഇതും കൊണ്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കി കാണിക്കാമെന്ന് ചോദിക്കും. പറ്റില്ലേ എന്റെ പൊന്നു മനുഷ്യ, ഇതിപ്പോ ഒന്നും അല്ലാത്ത പരുവത്തിലിരിക്കുക. ഇങ്ങനെയാണോ ചപ്പാത്തിക്ക് കുഴക്കുന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയാം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാം. ഇതും കൊണ്ട് വല്ല ദോശ ഉണ്ടാക്കാന്ന് പറയണം. അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുക. ഗോതമ്പ് ദോശയൊക്കെ പരത്തി രണ്ടുപേരും കൂടിയിട്ടാണ് പരത്തുന്നത്. അങ്ങനെ പരത്തി എല്ലാം കഴിഞ്ഞപ്പം ഗോവിന്ദ് പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടെ നേരത്തെ അടുക്കണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കാം. ഗീത പറഞ്ഞു, അതെന്താ? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രണയിക്കായിരുന്നല്ലോ എന്ന് പറയാം. ഗീത പറഞ്ഞു, കുറെ നാള് മുമ്പ് നമ്മൾ കണ്ടുമുട്ടുമായിരുന്നോ? ഒരു പക്ഷേങ്കില് ഗോവിന്ദൻ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ പോലുള്ള ഒരാളെ കയ്യിലെടുത്തോണ്ട് നടക്കാരെന്ന് പറയണം. ഇത് കേട്ടൻ ഗോവിന്ദൻ, അത്രയ്ക്ക് നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇപ്പോഴാണല്ലോ എനിക്ക് നിന്നെ എടുത്തോണ്ട് നടക്കാന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ ഗീതിനെ അങ്ങോട്ട് എടുത്തു പൊക്കുവാണ്. അതെ, ഇനി മോള് ദോശ അങ്ങ് മറിച്ചോളാൻ പറയാം. അങ്ങനെ എടുത്തു വരുത്തി കഴിഞ്ഞപ്പോ ഗീതു ദോശ മറിക്കുകയാണ്. ഇനി താഴെ നിർത്ത മതി എന്ന് പറയണം. ഇപ്പം മനസ്സിലായല്ലോ. ഈ സമയം ഗീതു പറഞ്ഞു, വെറുതെ നടുവൊന്നും വെട്ടിക്കണ്ടെന്ന് പറയണം. നടുവോ? ഈ ഗോവിന്ദ നടുവൊക്കെ സ്ട്രോങ് ആ മോളെ, നിനക്ക് അങ്ങനെ പലതും തോന്നും. അങ്ങനൊന്നും അല്ലാന്ന് പറയണം. പിന്നീട് രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇത്ര രുചിയോടെ ഇത്ര ടേസ്റ്റോടെ ഞാൻ ചിക്കൻ കറി ഇതിനു മുമ്പ് കൂട്ടിയിട്ടില്ലെന്ന് പറയാം. അതെന്താ? അല്ല, നമ്മള് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതല്ലേ, സ്നേഹം ചാലിച്ചുള്ള ചിക്കൻ കറി അല്ലേ, അതിന് രുചി കൂടുമെന്ന് പറയാം. പിന്നീട് ഗോവിന്ദ് ഗീതിന് കുറച്ച് ദോശയും ചിക്കൻ കറിയും കൂടെ വാരി കൊടുക്കുവാണ്. ഗീത തിരികെ വാരി കൊടുക്കുവാണ്. അങ്ങനെ സന്തോഷിച്ച് അവര് ഫുഡൊക്കെ കഴിക്കുക. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് വിശ്രമിക്കാന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഗീതനെ കോരി എടുത്തുകൊണ്ട് പോയി ആ ബെഡിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഗോവിന്ദ് പതുക്കെ ഒരു ഉമ്മയൊക്കെ വെക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം ഗീതു ഇങ്ങനെ പ്രണയാർദ്രമായിട്ട് ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഉമ്മ വെക്കാനായിട്ട് മുഖം അങ്ങോട്ട് കൊണ്ട് മുഖത്തേക്ക് അടുപ്പിച്ചപ്പോഴത്തേനാണ് പെട്ടെന്ന് കഥകയിൽ ഒരു മുട്ട് കേട്ട ആരുടെ അകത്ത് ഇറങ്ങി വാടാന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടിപ്പോയി രണ്ടുപേരും. ആരാന്ന് മനസ്സിലായില്ല. അയ്യോ, പോലീസ് എങ്ങാനും ആണോ ഇനി? ഗീതുവിന് ആ ഒരു ടെൻഷനായിരുന്നു. കഥകയിൽ ആഞ്ഞു മുട്ടുവാണ്, ആരും വേറെ ആരൊക്കെ ഉണ്ടെന്ന്. ആകെപ്പാ ടെൻഷൻ. എടാ തുറക്കടാ ഇങ്ങോട്ട്, നിന്നോടാ പറഞ്ഞേ, അകത്ത് കയറി കുറ്റി ഇടാതെ ഇങ്ങ് തുറക്കാൻ പറയണം. ഇതേയും പെട്ടെന്ന് കൊന്ന് ഷർട്ടിന്റെ ബട്ടനൊക്കെ ഇട്ട് ചാടി ഇറങ്ങുവാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല കണ്ടിട്ട് ആരാ വന്നിരിക്കണേന്ന്. പെട്ടെന്ന് മനസ്സിലായില്ല ആരാന്നുള്ള കാര്യം. ഈ സമയത്ത് പുറത്ത് ഭദ്രനും കുറെ നാട്ടുകാരും ഉണ്ടായിരുന്നു. അകത്ത് കയറി കുറ്റിയിട്ടിരിക്കുക ഏതോ കള്ളനാ. ഇവിടെ ചവിട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്ന താക്കോലും എടുത്തോണ്ട് പോയിട്ടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തുറന്നില്ലേ ഇപ്പൊ ചവിട്ടി തുറക്കുമെന്ന് പറയണം.
ഇത് കേട്ടത് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഗീതവും ഗോതും അകത്ത് പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഒന്നാകാനുള്ള തന്ത്രപ്പാട്. ഇനിയിപ്പൊ വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷമായിരിക്കും. അതിപ്പോ ഇന്ന് വൈകുന്നേരം ഞാൻ എടുത്തില്ലായിരിക്കും, മിക്കവാറും നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ തന്നെ ആയിരിക്കും ഇടുന്നത് കേട്ടോ. കാരണം 2 ദിവസം ശനിയും ഞായറും ഇല്ലല്ലോ ഇനിയിപ്പം, അതുകൊണ്ടാട്ടോ. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം. ഇനിയിപ്പോ അവർ ഒന്നാകുമോ, അടുത്ത ആഴ്ച എന്താണോ ഉറപ്പായിട്ടും ഒന്നാകുമായിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.